തടിയങ്കയാണ് കവറിട്ടേക്കുന്നത്. ഇത് പുഴു ഒക്കെ കൊത്തുന്നത് കൊണ്ടാണ്. ഒക്കെ എല്ലാവർക്കും അറിയാൻ ഞാൻ പറഞ്ഞെങ്കിലും പേരയ്ക്കൊക്കെ കണ്ട കവറിട്ടില്ലെങ്കിലും ഒന്നും കിട്ടത്തില്ല. പാറാനൊക്കെ കൊണ്ടുപോകും, പാറാൻ കൊണ്ടുപോയിട്ട് അതിനൊക്കെ വിശപ്പിനല്ലേ കൊണ്ടുപോകണം, സാരമില്ല. പക്ഷേ എന്നാലും അതൊക്കെ തിന്നിട്ട് നമുക്ക് തരാതെ ഒന്നും തരാതെ കളഞ്ഞ് കളയും. തിന്നുകയും ചെയ്യൂല, കളയുകയും ചെയ്യും. ഇതുണ്ടോ, ഇത്രയും വലിയൊരു പേരയ്ക്കൊക്കെ കണ്ടു, തിന്നൂല, കുറച്ച് തിന്നിട്ട് എടുത്തങ്ങ് കളയും. അപ്പം നമുക്ക് അതിനെയൊക്കെ നമ്മൾ ഒന്നും വരെയും നമ്മളും കെട്ടിപ്പൊതിഞ്ഞ് നിർത്തിയാലേ നമുക്ക് കിട്ടും. ഉണ്ടോ, വലിയൊരു പേരയ്ക്കുണ്ട്. വലിയ പേരയ്ക്ക അതൊക്കെ തിന്നെങ്കിൽ ശരി തന്നെ, കുഴപ്പമില്ല. വലിയ പേരയ്ക്ക ഇരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലുലുവിലൊക്കെ ചെന്നപ്പോൾ ഭയങ്കര വിലയാണ്. പേരയ്ക്കൊക്കെ കിലോയ്ക്ക് നല്ല വിലയുണ്ട്. ഉണ്ട്, നല്ല മണമുണ്ട്. പക്ഷേ ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെള്ളം കയറിയിട്ട് നല്ല മധുരമൊന്നുമില്ല. വലിപ്പമുണ്ട്, വെള്ളം കയറി മധുരമില്ല. കുറച്ചൊക്കെ കിട്ടും, ഒന്നും വരെയൊക്കെ കിട്ടും. പറൻ കൊണ്ടുപോയിട്ട് നമ്മൾ കെട്ടിപ്പൊതിഞ്ഞ് നിർത്തിയാൽ നമുക്ക് കിട്ടും. കെട്ടിപ്പൊതിഞ്ഞില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 5-6 കെട്ടിപ്പൊതിഞ്ഞൊക്കെ നിർത്തും. അല്ലെങ്കിൽ നമുക്കും കിട്ടും, അതിനൊക്കെയും തിന്നും. ഇതിലേക്ക് അവിടെയൊക്കെ പോകുന്ന ഇത്തിരി വിളവായെന്ന് തോന്നുന്നു. തടിയങ്ക വിളവായ ഇല്ല, വിളവായില്ല. ഇനി 2-3 കൂടെ കെട്ടി പൊതിഞ്ഞ് നിർത്തണം കീസിട്ട്, അല്ലെങ്കിൽ അതും കിട്ടത്തില്ല. ഇത്തിരി വലുതൊക്കെ ആയത് നമുക്ക് കെട്ടി നിർത്തിയാൽ കിട്ടും. അതൊക്കെ കേടാണ്. അവിടെ നിൽക്കുന്ന 1-2 എണ്ണം കെട്ടി നിർത്തിയാൽ കിട്ടും. ഇതൊക്കെ മുന്തിരിയാ തീരെ, അതും കെട്ടിപ്പൊതിഞ്ഞ് നിർത്തി. മുന്തിരിയാത്തിയൊക്കെ നമ്മൾ ഉള്ളത് പറിച്ചൊക്കെ തിന്ന്. ഞങ്ങും ഇഞ്ഞുമൊക്കെ ഓരോന്നൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അതുകൊണ്ട് പൂത്തിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കാവൂല. ഒന്നൊക്കെ കാവും, 1-2 ഒക്കെ കാവും. ഉള്ളാത്തി നമ്മൾ വെട്ടിക്കളഞ്ഞ് പോയാൽ നല്ല ഇഷ്ടം പോലെ കാച്ച് എല്ലാവർക്കും, നമ്മളെവിടെയൊക്കെ ഉള്ള പരിസരത്തുള്ള എല്ലാവർക്കും കൊടുത്ത്. എല്ലാവരും റോഡിൽ പോണവരും ചോദിക്കും. ഈ റോഡേ തടത്തേക്ക് പോണവർ, ഇട റോഡ് ചെറിയ, അപ്പോൾ ഈ ബസ് റൂട്ടൊന്നുമില്ല, സ്കൂൾ വണ്ടി അത്രേ പോകും. അപ്പോൾ അതിലേക്ക് പോണവരൊക്കെ നമ്മളടുത്ത് പപ്പയ്ക്ക, അതുപോലെ മുള്ളാത്തി, ഇതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ ചോദിക്കും. ഉണ്ടെങ്കിൽ നമുക്കും തിന്നെ അവർക്കും കൊടുക്കാമല്ലോ. ഉള്ള പങ്ക് പോലെ കീറുമെന്ന് പറഞ്ഞ കണക്ക് പപ്പയ്ക്ക് ഇതുപോലെ തന്നെ. ഇവിടെ ഒരു വലിയൊരു പപ്പ മരം ഉണ്ടായിരുന്നു, അതിന് ഭയങ്കരമായിട്ട് പൊങ്ങിപ്പോയി. പിന്നെ ബാക്കിയുള്ള ഒന്നും പൊടിച്ച് വളർന്ന് വരാനും ഒക്കണില്ല. അപ്പം ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞത്. നല്ല പപ്പയ്ക്കായിരുന്നു, നല്ല ഇഷ്ടം പോലെ കാച്ച് മറിയാം, അടിപൊളി ടേസ്റ്റും നല്ല മധുരമാണ്. ഈ റെഡ് ലേഡി പപ്പയേക്കാളും ടേസ്റ്റും മധുരമായിരുന്നു. പൊങ്ങിപ്പോയിട്ടൊന്നും കിട്ടത്തില്ല. പിന്നെ വേറൊന്നും ഈ പപ്പ നിൽക്കുന്നിടത്ത് വേറുള്ള സാധനങ്ങളൊന്നും വലുതായിട്ട് കായ്ക്കത്തില്ല. കാരണം ഭയങ്കര വളം പിടിച്ചെടുപ്പാണ്. പേര് വല്ലാത്ത വളം പിടിപ്പാണ്. പിന്നതാ എന്തിനാണ് കണ്ട മുക്കുറ്റി എന്ന് പറയണ ഒരു സാധനം കണ്ട, ഇഷ്ടം പോലെയാണ് പിടിച്ചത് മുക്കുറ്റി. ഇത് എല്ലായിടത്തും ഉണ്ടാവുന്നില്ല. ഇത് നല്ല നനവൊക്കെ ഉള്ളിടത്ത് അത് നമുക്ക് ഇല്ലായിരുന്നു. ഒന്നും വരെയൊക്കെ 5-6 ഉണ്ടായിരുന്നു. അത് ആറ്റിട്ട് പോയി. പിന്നീട് വീണ്ടും ഇഷ്ടം പോലെ ഉണ്ടായണ്ട. ഇത് ഭയങ്കര ഔഷധമുള്ള സാധനമാണ്. ഇത് പണ്ടത്തെ വൈദ്യന്മാരൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയാണ് അവർ ഓരോന്നും മരുന്നുകൾ ഉണ്ടാക്കണം. നമ്മളെ സ്വന്തത്തിലൊക്കെ വൈദ്യരുണ്ടായിരുന്നു. എൻ്റെ വാപ്പാര പെങ്ങളെ ഭർത്താവൊക്കെ, അവർ നമുക്ക് അതും ഇതും ആവണക്കെണ്ണ ഇതുപോലുള്ളതൊക്കെ എല്ലാം മരുന്നുകളൊക്കെ ആക്കി എന്തെല്ലാം ആക്കി അവർ വീടുകളിൽ കൊണ്ട് കൊടുക്കുമായിരുന്നെന്നറിയാം. നമ്മളെ അമ്മമാക്കും പാപ്പാക്കും നമ്മളെ വീടുകളിലൊക്കെ കൊണ്ടുതരും.
പൈസയ്ക്കൊക്കെ. അല്ലാതെയും തരും, ഫ്രീ ആയിട്ട് ഇത്തിരിയൊക്കെ തരും അവർ. ഇത് ഭയങ്കര പാടാണ് ഇടിച്ച് പുഴിഞ്ഞൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അത്രയ്ക്കും പാടുള്ളതുകൊണ്ടാണ് അവർ പൈസയ്ക്കൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് പൈസയ്ക്ക് കൊടുക്കണ്ട, അവർക്ക് അരി മേടിക്കണ്ടേ. അവർ ഇതൊക്കെ കൊണ്ടാണ് അവരൊക്കെയും ജീവിക്കുന്നത്. ഇതെല്ലാം ഔഷധമാണ്. ഇതൊക്കെ എന്തൊക്കെ ഔഷധങ്ങളെന്നാണ് പറയുന്നില്ല. ഈ വനത്തിലും കാട്ടിലുമൊക്കെ ഉള്ള സാധനം മൊത്തം ഔഷധം എന്ന് പറയത്തില്ല. ചില വിഷ സാധനങ്ങളും ഉണ്ട്. അടുത്ത മഴ വന്നു. മഴ ഇപ്പോഴും മഴ. നമ്മളെ ഈ ഏരിയയിൽ നല്ല മഴ. നമ്മൾ തിരുവനന്തപുരത്തോട്ടൊക്കെ പോയാറ് മഴയൊന്നും ഇല്ലായിരുന്നു. വലിയ മഴയില്ല.